നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഗ്രഹത്തോടനുബന്ധിച്ചുള്ള വൃക്ഷങ്ങളുടെ സ്ഥാനവും അത് നൽകുന്ന ഐശ്വര്യവും എന്നുള്ള വിഷയമാണ്. അതിപ്രധാനപ്പെട്ട വിഷയമാണ്, ഏവർക്കും പ്രയോജനപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കിഴക്ക് ദിക്കിൽ ഇലഞ്ഞി മരവും പേരാലും ഉത്തമമായിട്ടാണ് പരിഗണിക്കുന്നത്. തെക്ക് ദിക്കിൽ അത്തിമരവും പുളിമരവും ഉത്തമമാണ്. പടിഞ്ഞാറ് ദിക്കിലാകട്ടെ ഏഴിലം പാലയും അരയാലും ഉത്തമമാണ്. വടക്ക് ദിക്കിൽ നാഗമരവും മാവും ഇത്തിമരവും ഉത്തമമായി പറയുന്നു. ഗൃഹത്തിൽ നിന്ന് നിർദ്ദിഷ്ട അകലം പാലിച്ചാണ് വൃക്ഷങ്ങൾ നടേണ്ടത്. ഇത് ഗൃഹവാസികൾക്ക് ഐശ്വര്യവും ശ്രേയസ്സും സൽസന്താനങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം. വീടിന്റെ മുൻവശം ഏത് ദിക്കിലേക്കാണെങ്കിലും ഇനി പറയുന്ന വൃക്ഷങ്ങൾ വീട്ടിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ച് വീടിന്റെ മുൻവശം ഒഴികെയുള്ള വശങ്ങളിൽ നടാവുന്നതാണ്. കടുക്ക, നെല്ലി, ദേവദാരം, പ്ലാവ്, കരിങ്ങാലി, അശോകം, ചന്ദനം, പുന്ന, ചെമ്പകം, വാഴ, മുല്ല, വെറ്റിലക്കൊടി ഇവയൊക്കെ വീടിന്റെ ഏത് ഭാഗത്തും നട്ടുവളർത്താവുന്ന വൃക്ഷങ്ങളാണ്. കൂടാതെ തെങ്ങ്, കമുക്, പ്ലാവ് എന്നിവയൊക്കെ നിർദ്ദിഷ്ട അകലം പാലിച്ചുകൊണ്ട് വീടിന്റെ ഏത് ദിക്കിലും വെച്ചുപിടിപ്പിക്കാം. വീടിന്റെ കിഴക്ക് ദിക്കിൽ പ്ലാവ് നടുന്നതും തെക്ക് ഭാഗത്ത് തെങ്ങ് നടുന്നതും പടിഞ്ഞാറ് ഭാഗത്ത് കവുങ്ങ് നടുന്നതും വിശേഷമായിട്ട് പറയാറുണ്ട്. ശാസ്ത്രവിധിക്ക് വിപരീതമായി വീടിന് കിഴക്ക് ദിക്കിൽ അരയാൽ നട്ടുവളർത്തിയാൽ ആ ഗൃഹത്തിൽ അഗ്നിഭയം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. വീടിന്റെ തെക്ക് ഭാഗത്ത് ഇത്തിമരം നിന്നാൽ ഗൃഹവാസികൾക്ക് ചിത്തഭ്രമത്തിനും സാധ്യതയുണ്ട്. ഗൃഹത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പേരാൽ നിന്നാൽ ശത്രുക്കളാൽ ആയുധഭയം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. വീടിന്റെ വടക്ക് ഭാഗത്ത് അത്തിമരം നിന്നാൽ ഗൃഹവാസികൾക്ക് ഉദരവ്യാധിയും ഉണ്ടാകും. ഇനി നമുക്ക് ശുഭകരമായിട്ടുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കൂവളം, കടുക്ക, കൊന്ന, നെല്ലി, ദേവദാരം, വേങ്ങ, അശോകം, ചെമ്പകം എന്നിവ ഗൃഹത്തിന്റെ ഏതു ഭാഗത്തും ദിക്കിലും നിൽക്കുന്നത് ഗൃഹവാസികൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം മുകളിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് ഔഷധ മൂല്യം കൂടുതലുള്ളതിനാൽ അവ വളരുന്നയിടത്ത് അന്തരീക്ഷമായി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് അശുഭ ഫലം നൽകുന്ന ചില വൃക്ഷങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടാം. കാഞ്ഞിരം, ചേര്, വയ്യങ്കത, നറുവേലി, താന്നി, ഊകമരം, കറിവേപ്പ്, കള്ളിപ്പാല, കറിമൂസ്, സ്വർണക്ഷീരി ഇവ ഗൃഹത്തിന്റെ അതിർത്തിക്കുള്ളിൽ വന്നാൽ ഐശ്വര്യക്ഷയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൂടാതെ ആപത്തുകൾ ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇവയിൽ പല വൃക്ഷങ്ങൾക്കും ഔഷധ മൂല്യമുണ്ടെങ്കിലും ചില ദിക്കുകളിലേക്ക് പോകുന്ന വേരുകൾക്ക് വിഷാംശം കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. മണ്ണ് മലിനമാകുന്നതോടൊപ്പം ഇവയുടെ വേരുകൾ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളത്തെ വിഷമയമാക്കാനും സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും വീടിന്റെ ഇരട്ടി ഉയരത്തിൽ വളരുന്നത് ശുഭകരമല്ല എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ നിസ്സാര ഗണത്തിൽപ്പെടുന്ന കാതലില്ലാത്ത വൃക്ഷങ്ങൾ ഒരു കാരണവശാലും വീടിന്റെ ഉയരത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ ആകുന്ന രീതിയിൽ വീടിനോട് ചേർന്ന് വെച്ചു പിടിപ്പിക്കാൻ പാടില്ല. ഒരു വൃക്ഷം വളരുമ്പോൾ അതിന്റെ ഇരട്ടി ഉയരത്തിൽ കണക്കാക്കി വീടിൽ നിന്ന് അകത്തി വേണം അത് നടുവാനായിട്ട്. അതായത് വീടിന്റെ സുരക്ഷയും മണ്ണും ജലവും ഒക്കെ മലിനപ്പെടുന്നതുമാണ് നമ്മളുടെ പൂർവികർ ഇതിന്റെ അടിസ്ഥാനമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. ഓരോ വൃക്ഷത്തിന്റെയും ഗുണഗണങ്ങൾ അവർ പ്രത്യേകം നിരീക്ഷിച്ചു ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളത്. ആധുനിക കാലത്ത് നമുക്ക് ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഒരു ഗൃഹത്തെ ഐശ്വര്യപൂർണമാക്കാം. വാസ്തുശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നത് ഗുണകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.